എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം സൗത്ത് സ്റ്റാർ അപ്പാർട്ട്മെന്റിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം. ഇന്ന് പുലർച്ചെയാണ് പെൺകുട്ടികൾ താമസിക്കുന്ന ഫ്ളാറ്റിനുള്ളിൽ അതിക്രമിച്ചു കടന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. വിഷ്ണു സുരേഷ് നൽകും വിവരങ്ങൾ. വിഷ്ണു, രാവിലെ വന്ന വാർത്തയാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലീസിന്റെ നടപടി എവിടെ വരെയായി? പ്രതിയെ സംബന്ധിച്ച് സൂചനയുണ്ടോ? ഗൂഗിൾ പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. അവിടെ എത്തി CCTV ദൃശ്യങ്ങളൊക്കെ സമാഹരിക്കുകയും ചെയ്തു. ഈ പെൺകുട്ടി നൽകിയ മൊഴി അനുസരിച്ച് രാവിലെ 4 മണിയോടുകൂടി ഒരാൾ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് കടന്നു ചെല്ലുകയായിരുന്നു. പിന്നീട് അവിടെ ഈ പെൺകുട്ടി ഞെട്ടി എഴുന്നേൽക്കുന്ന ഘട്ടത്തിൽ ഇയാൾ ആ ബാൽക്കണി വാതിൽ, മുമ്പിലത്തെ വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ബാൽക്കണി വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ആ പെൺകുട്ടി നൽകിയിട്ടുള്ള മൊഴി. തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പരാതിയിൽ അത്തരത്തിലാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ചോര അല്ലെങ്കിൽ രക്തക്കറ ഇയാൾ വന്നതിന് പിന്നാലെ ഫ്ലോറിലടക്കം രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പരിസരവുമായി അടുത്ത് നിൽക്കുന്ന ആളുകളാണോ എന്ന സംശയം പോലീസിനുണ്ട്. വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ആളെ തിരിച്ചറിയാനാകുമെന്ന പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. ഗൂഗിൾ വിഷ്ണു, ഒരു കാര്യം കൂടി, ഇത് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു ഫ്ളാറ്റ്, അവിടെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ സെക്യൂരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഇയാൾക്ക് ഇത്ര സമർത്ഥമായി അല്ലെങ്കിൽ ഇത്ര എളുപ്പത്തിൽ അവിടെ കടന്നു കയറാനൊക്കെ സാധിച്ചത്? ഗൂഗിൾ അത് സംബന്ധിച്ച് പരിശോധന നടക്കുന്നുണ്ട്. പെൺകുട്ടികൾ മാത്രം, ഈ അപ്പാർട്ട്മെന്റിൽ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ മറ്റാളുകളൊക്കെ താമസിക്കുന്ന ഒരു വലിയ ഫ്ളാറ്റ് സമുച്ചയമാണ്. അവിടെ സുരക്ഷാ ജീവനക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇതെന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തമല്ല. ഇവർ മുൻവാതിൽ അടച്ചിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ പരാതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ പുറത്തുനിന്ന് മറ്റേതെങ്കിലും വഴി ആളുകൾ കയറിയതാണോ? റെയിൽവേ സ്റ്റേഷനോടും KSRTC ബസ് സ്റ്റാൻഡിനോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ അവിടെ നിന്ന് ആരെങ്കിലും വന്നതാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. CCTV കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിൽ അക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്ന വിവരം. ശരി വിഷ്ണു, ഏതായാലും ഫ്ളാറ്റിനുള്ളിൽ കടന്നാണ്, അതിക്രമിച്ചു കയറിയാണ് ഇത്തരത്തിൽ പീഡന ശ്രമം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് ആ പരാതിയിൽ പറയുന്നത്. ആരാണ് പ്രതി അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ അതിക്രമം കാട്ടിയത് എന്ന കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് കടവന്ത്ര പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.